അതിലേതെങ്കിലും ഒരു വൃത്തികെട്ട പെണ്ണിന്റെ ചിത്രം കുട്ടി അറിയാതെ ഒന്ന് ടച്ച് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ കുട്ടി യൂട്യൂബ് എടുക്കുമ്പോഴൊക്കെ സ്ത്രീകളുടെ ചിത്രം വരും. കുട്ടിക്കറിയില്ല അതാണ് സത്യമെന്ന് വിചാരിക്കും. ഈ നിഷ്കളങ്കരായ കുട്ടികളെ നല്ലതേത് മോശമേതെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ വൃത്തികെട്ട കാഴ്ചകൾ കാണിക്കുന്ന പൂതനമാരായിട്ട് നമ്മുടെ ഉമ്മമാർ മാറുന്നു എന്ന് ആ ഉമ്മമാരെ മിക്ക വീട്ടിലും കമ്പ്യൂട്ടറും ടി വിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ കൊണ്ടുപോയി വെച്ചതല്ലോ. അതിൻ്റെ മോണിറ്റർ, അതിൻ്റെ മൗസ്, അതിൻ്റെ കീബോർഡ്, അതിൻ്റെ UPS അതെല്ലാം ചേർന്നതാണ് അതിൻ്റെ ഹാർഡ്വെയർ. എന്നാൽ അതിങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചതല്ല. അതിനകത്ത് നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന, അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അതിൻ്റെ ഇൻഫർമേഷനുകളുടെ സമാഹാരമാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നത് ആ മൊബൈൽ ഫോൺ നാട്ടുകാരെ കാണിക്കാനല്ല, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും കഴിയുമ്പോഴാണ്. അതുപോലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ വളർച്ചയല്ല, അവന്റെ ഭക്ഷണത്തിന്റെ വളർച്ചയല്ല, അവന്റെ വസ്ത്രത്തിന്റെ വളർച്ചയല്ല, അവന്റെ മക്കളുടെ വളർച്ചയല്ല, അവന്റെ വീടിന്റെ വലുപ്പമല്ല, അവന്റെ കാറിന്റെ നീളമല്ല. ഒരു മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് അവന്റെ സംസ്കാരത്തിന്റെ, അവന്റെ സ്വഭാവത്തിന്റെ, അവന്റെ ധാർമ്മികതയുടെ, അവന്റെ സ്നേഹത്തിന്റെ, അവന്റെ സത്യസന്ധതയുടെ വളർച്ചയാണ്. ദൈവം എന്ന് പറയുന്നത് ഉപരിപ്ലവമായ മേയനാമങ്ങൾ വളർത്തുന്ന സംവിധാനമല്ല. PSC പരീക്ഷയ്ക്ക് മലയാള വ്യാകരണത്തിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് മേയനാമവും അമേയനാമവും. PSC എഴുതുന്ന ഏതെങ്കിലും കുട്ടികളുടെ പഠിച്ചു വെച്ചോ. മേയനാമം, അമേയനാമം എന്താണത്? മേയനാമം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ, കൈകൊണ്ട് തൊടാൻ പറ്റിയ, അളക്കാനും തൂക്കാനും എണ്ണാനും പറ്റിയ വസ്തുക്കളുടെ പേരുകളെയാണ് മേയനാമം എന്ന് പറയുക. എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, എണ്ണാൻ പറ്റാത്ത, അളക്കാൻ പറ്റാത്ത, തൂക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ മനുഷ്യർ ഈ ലോകത്തുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വളർച്ചയാണ് നമ്മുടെ മനുഷ്യന്റെ വളർച്ച. അത് വളർത്തുന്ന ഇടമാണ് കുടുംബം. എന്താണത്? 1 കിലോ സത്യം കിട്ടുമോ? 2 കിലോ ധർമ്മം കിട്ടുമോ? 2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ കാരുണ്യം കിട്ടുമോ? ഇല്ല. ഇതൊക്കെ വളർത്തിയെടുക്കാനുള്ള ഇടമായിരിക്കണം വീട്. വീടെന്ന് പറയുന്നത് കേവലം അതൊരു ഭൗതിക വസ്തുവല്ല, അതൊരു സംസ്കാരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സർവകലാശാലയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയം ഏതെന്ന് ചോദിച്ചാൽ അത് കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചത്. നിങ്ങളുടെ മക്കളെ അക്ഷരം പഠിപ്പിച്ചത് ഏതെങ്കിലും ഉസ്താദാണോ? അല്ല. ഏതെങ്കിലും മാഷാണോ? അംഗനവാടി ടീച്ചറാണോ? LKGയിലെ മാഷാണോ? ഒന്നുമല്ല. മടിയിൽ കിടത്തി താരാട്ടുപാട്ട് പാടുമ്പോ, കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയുമ്പോ ആ മടിയിൽ കിടക്കുന്ന കുട്ടിക്ക് ഉമ്മയെ നോക്കിയിട്ട് ഉമ്മയെ അനുകരിച്ചുകൊണ്ട് വായ പൂട്ടി തുറക്കും. ഉമ്മ വായ പൂട്ടി തുറക്കുന്നുണ്ട്, കുട്ടിയും വായ പൂട്ടി തുറക്കും. അപ്പൊ വായ പൂട്ടി തുറന്നാൽ കിട്ടുന്ന അക്ഷരാണ് ഉമ്മ. മനസ്സിലായോ? വായ പൂട്ടി തുറന്നാൽ കിട്ടുന്ന അക്ഷരാണ് ഉമ്മ. പിന്നെയാണ് ഇടയ്ക്കൊരു മീശക്കാരൻ വരുന്നുണ്ട്, ഒരു താടിക്കാരൻ വരുന്നുണ്ട്, കുട്ടീനെ എടുക്കുന്നുണ്ട്. ആരാ ഈ താടിക്കാരൻ? ഞാൻ പറയൂ, അവിടെ വെച്ചോ. ആരാണ് ഈ താടിക്കാരൻ? ആരാണ് ഈ മീശക്കാരൻ? കുട്ടിക്കറിയോ ഇത് ഉമ്മാന്റെ കെട്ടിയോനാന്ന്? കാരണം ഉമ്മാന്റെ മംഗലത്തിന് ഈ കുട്ടീനെ ക്ഷണിച്ചിട്ടില്ലല്ലോ. ക്ഷണിച്ചോ? ഉമ്മാന്റെ മംഗലത്തിന് കുട്ടീനെ ക്ഷണിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയും ഇത് ഉമ്മാന്റെ കെട്ടിയോനാന്ന്? ഇല്ല. ആ താടിക്കാരനെ, ആ മീശക്കാരൻ കുറച്ച് കടുപ്പത്തിലാ പറയുന്നത്. അതുകൊണ്ട് കുട്ടി ഉമ്മ എന്നുള്ളത് കടുപ്പത്തിൽ പറയും. അതാ ഉപ്പ. മനസ്സിലായോ? ഉമ്മ, ഉപ്പ എന്നെല്ലാം അക്ഷരങ്ങൾ ഉച്ചരിച്ച് വർത്തമാനം പറയാൻ പഠിച്ച കുട്ടിയെ മദ്രസയിൽ അയച്ചിട്ടുള്ളൂ, LKGയിൽ അയച്ചിട്ടുള്ളൂ, അംഗനവാടിയിൽ അയച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് അവർ നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദത്തിന്റെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അക്ഷരം പഠിച്ചത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആദ്യത്തെ ഗുരുനാഥ ഉമ്മയാണ്, രണ്ടാമത്തെ ഗുരുനാഥൻ ഉപ്പയാണ്. മനസ്സിലാക്കണം. ആ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അതിൽ നിന്ന് പിന്നീട് ഈ ലോകത്തിന്റെ, ഈ പ്രകൃതിയോടും മനുഷ്യലോകവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രക്രിയയുണ്ട്. ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ് എന്താണെന്നറിയോ? തേനും വയമ്പും നാവിൽ തൂകും. ഈ തേനും വയമ്പും പുരട്ടി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ ഒരു ഹിന്ദു വീട്ടിലും കൊടുക്കുന്നില്ല.
എന്തിനാ ഇത് കൊടുക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം അറിയില്ല. നമ്മൾ ചെയ്യുന്ന, കുടുംബത്തിൽ ചെയ്യുന്ന പല ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും അർത്ഥം എന്തെന്നറിയാതെ മുന്നിൽ നടന്നീടിന ഗോവുതൻ്റെ പിമ്പേ ഗമിക്കുന്ന ഗോക്കളായിട്ട് പണ്ടെല്ലാവരും ചെയ്തത് അതിൻ്റെ പുറകെ പോവുകയാ. എന്തിനാണിത് ചെയ്യുന്നതെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യരങ്ങനെയല്ല. എന്ത് ചെയ്യുമ്പോഴും അതെന്തിനു ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നവനാണ് മനുഷ്യൻ. എന്ത് പഠിക്കുമ്പോഴും അതെന്താണ് അന്വേഷിക്കുമ്പോഴേ നമ്മൾ മനുഷ്യനാവുന്നുള്ളൂ. മനസ്സിലായോ? ഞാനിവിടെ ഇരിക്കുന്ന യുവാക്കളോട് ചോദിക്കട്ടെ, ആഴ്ചക്ക് 7 ദിവസമാണല്ലോ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴം, വെള്ളി, ശനി എന്ന് പഠിപ്പിച്ചിട്ടില്ലേ ചെറിയ സ്കൂളിൽ? ആ 7 എങ്ങനെയാ കണക്ക് വന്നതെന്ന് അറിയുന്ന ആരും കൊണ്ടൊന്ന് കൈവയ്ക്കുക. എന്താണ് 7 ദിവസം ആഴ്ചക്ക്? ആരോടൊന്നും ചോദിച്ചിട്ടുണ്ടോ? എല്ലാവരും 7 ആയതുകൊണ്ട് നമ്മളും 7 എന്നല്ലാതെ 7ന്റെ കണക്കെങ്ങനെയാ വന്നെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. അതാ നമുക്ക് പറ്റിയ അബദ്ധം. ഒരു വർഷം എത്ര മാസമാണ്? 12 മാസമാണ്. ആ 12ന്റെ കണക്കെന്താ ചോദിച്ചിട്ടുണ്ടോ? ഒരു മണിക്കൂറിന് എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. എങ്ങനെയാ 60 വന്ന്? ഇവിടെ പഠിച്ച ഒരുപാട് ചെറുപ്പക്കാരില്ലേ? 60ന്റെ കണക്കെന്താന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ 100 60 ചോദിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവർ ചെയ്തത് അനുകരിക്കാനല്ല പടച്ചോൻ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിങ്ങൾ ഓരോ ആളും പ്രതിജന ഭിന്ന വിചിത്ര മാർഗികളാണ്. ഓരോ ആളും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ ഒരാളും ഇല്ല ലോകത്ത്. വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സൗന്ദര്യബോധം ഉണ്ടായത്. ആണുങ്ങളെല്ലാം ദുൽഖർ സൽമാനെ പോലെ, പെണ്ണുങ്ങളെല്ലാം ഐശ്വര്യ റോയിനെ പോലെയാണെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുവോ? ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെയുണ്ട്. പിന്നെ എന്തിനാ സെൽഫി എടുക്കുന്നത്? ഓരോ ആളും വ്യത്യസ്തരാണ്. ആ വൈവിധ്യങ്ങളുടെ രൂപം മാത്രമല്ല ഭാവങ്ങളും കണ്ടെത്താൻ പറ്റണം. അതാ കുടുംബം. നിങ്ങളുടെ കുട്ടി വരുമ്പോ, ജനിക്കുമ്പോ പടച്ചോൻ എന്തോ കൊടുത്തയച്ചിട്ടുണ്ട്. പടച്ചോന്റെ മക്കളല്ലേ. ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ കവിത ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ചരമ പേജിൽ മരിച്ചുപോയൊരു കുട്ടിയുടെ ഫോട്ടോ, 16ാമത്തെ ദിവസം കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ അച്ഛനും അമ്മയും ഒരു കുറിപ്പിട്ടു. നല്ല സുന്ദരനായ കുട്ടി. ആരാണ് ഈ കുട്ടി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കുറിപ്പ് വായിച്ചു. അതിലിങ്ങനെയാണ് ഉണ്ടായിരുന്നത്: Who plucked the flower? I, said the master. Then the gardener kept silent. അർത്ഥം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഒരു തോട്ട സൂക്ഷിപ്പുകാരൻ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു പൂവ് കാണുന്നില്ല. ഇയാളാണ് തോട്ടം നനച്ച് വൃത്തിയാക്കുന്ന ആള്. ഒരു സൂക്ഷിപ്പുകാരനാണ്, ഉദ്യാനപാലകൻ. അയാൾ നോക്കുമ്പോൾ ഒരു പൂവ് കാണുന്നില്ല. ആരാ പൂ പറിച്ചത് ചോദിക്കുക. ആരാ പൂ പറിച്ചത്? അപ്പോ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, I, said the master. ഞാനാ പറിച്ചത്. Then the gardener kept silent. പിന്നീട് തോട്ട സൂക്ഷിപ്പുകാരൻ മിണ്ടാതിരുന്നു. എന്താ കാരണം? തോട്ടത്തിന്റെ ഉടമക്ക് പറിക്കാലോ. ഈ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ചോദിക്കുക, ആരാ എന്റെ മോനെ എടുത്തേ? മോനെ തന്നാള് പറയാ, എന്റെ തോട്ടത്തിലെ പൂവ് ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുത്തതാ. ഉപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും ചോദിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികളെല്ലാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ഓരോ കുട്ടിയും വരുമ്പോ പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വെച്ചല്ലേ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇബ്ലീസിന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടിയെന്ന്? ഇല്ലല്ലോ. പടച്ചോന്റെ കൃപ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചെകുത്താന്റെ അനുഗ്രഹം കൊണ്ട്, കലിയുടെ അനുഗ്രഹം കൊണ്ടൊരു മോനെ കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ കുട്ടികളും പടച്ചോന്റെ മക്കളാണെങ്കിൽ അപ്പൊ പടച്ചോൻ നമ്മുടെ അടുത്ത് അയക്കുമ്പോ പടച്ചോന്റെ ഗുണമല്ലേ കൊടുത്തയച്ച്? അല്ലാതെ ഇബ്ലീസിന്റെ ഗുണം കൊടുത്തേക്കുവോ? ഇല്ല. പക്ഷെ നമ്മുടെ കയ്യിലെത്തിയ ഈ പടച്ചോന്റെ കുട്ടി പിന്നീട് ഇബ്ലീസിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പറഞ്ഞയച്ച പടച്ചോനാണോ വാങ്ങിയ നമ്മളാണോ? അതിന് ഉത്തരം കണ്ടെത്തണം. നമ്മുടെ മുമ്പിൽ വന്ന കുട്ടികളെല്ലാം നല്ല കുട്ടികളാ. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനമുണ്ട് നമ്മുടെ കുട്ടികളെ കുറിച്ച്, കേട്ടിട്ടുണ്ടോ? എല്ലാ കുട്ടികളും മനുജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ആണ്.
കൃഷ്ണനായി അവതരിച്ച ഭഗവാൻ ഉണ്ണിക്കണ്ണൻ, പരമേശ പവിത്രപുത്രൻ ഉണ്ണിയേശു, കരുണാവാൻ നബി മുത്തുരത്നമോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ മുത്തുനബി, ഉണ്ണിക്കണ്ണനോ ഉണ്ണിയേശുവോ മുത്തുനബിയോ ആയിട്ട് ജനിച്ച നമ്മുടെ കുട്ടികൾ പിന്നീട് കംസനും യൂദാസും ഇബ്ലീസുമായി മാറുന്നതിന് ഉത്തരവാദി ആരാ? നമ്മളാണ്. നമ്മുടെ ഒരു തട്ട്, ഒരു നോക്ക്, ഒരു വാക്ക് ഒക്കെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാലിയാർ പുഴ ഒഴുകുന്നത് വരുന്ന ആ നിലമ്പൂർ കാടിന്റെ മോന്തായത്തിൽ, എവിടെ? ഗൂഡല്ലൂരിൽ ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ മോന്തായത്തിൽ 2 മഴത്തുള്ളികൾ വീഴുന്നു. ഒരു മഴത്തുള്ളി ഇപ്പുറത്തും ഒരു മഴത്തുള്ളി അപ്പുറത്തും വീണു. 2 ഒരുപോലെ വന്നതാ. ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് ഇതുവഴി വന്നിട്ട് കോഴിക്കോട് ചാലിയാർ പുഴയിൽ കോഴിക്കോടിനപ്പുറത്ത് അറബിക്കടലിൽ ചേരും. അപ്പുറത്തെ മഴത്തുള്ളി ഒഴുകിയിട്ട് കാവേരി ചെന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ ചേരും. ഇത് വീഴുന്ന അവസരത്തിലുള്ള ഒരു ഇളം കാറ്റ് ഇപ്പുറത്ത് വീഴുന്നത് അപ്പുറത്തോ അപ്പുറത്ത് വീഴുന്നത് ഇപ്പുറത്തോ ആക്കിയാൽ അറബിക്കടലിൽ പോകേണ്ടത് ബംഗാൾ ഉൾക്കടലിൽ പോകും, ബംഗാൾ ഉൾക്കടലിൽ പോകുന്നത് അറബിക്കടലിൽ എത്തും. ഈ കുന്നാണ് നിങ്ങളുടെ കുടുംബം. ഈ കുന്നാണ് നമ്മുടെ കുട്ടികൾ. ഈ മഴത്തുള്ളിയാ. ഒരു മഴത്തുള്ളി ഏത് കടലിൽ ചെന്ന് ചേരണമെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, അത് വീഴുന്ന കുന്നിന്റെ ചെരിവാണ്. നിങ്ങളാണ് ആ കുന്ന്. ചെറിയ പ്രായം മുതൽ നിങ്ങൾ കുട്ടികളോടുള്ള ഓരോ വാക്ക്, ഒരു നോട്ടം പോലും, ഒരു വിളി പോലും, നിങ്ങളുടെ ശബ്ദം പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ നല്ല കുട്ടികൾ മോശമായിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി നമ്മളല്ലേ? കുട്ടിയല്ലല്ലോ, കുട്ടിയല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിന്റെ വ്യാകരണം ഒന്ന് അടിച്ചു പൊളിക്കണം. നിങ്ങളുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അടുക്കളയാണെന്ന് ധരിച്ചു, ഡൈനിങ് ടേബിൾ ആണെന്ന് ധരിച്ചു, ഭക്ഷണം ഉണ്ടാക്കലാണെന്ന് ധരിച്ചു. അത് മാറ്റിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഡെമോക്രസി ഉണ്ടോ? അതാണ് ചോദ്യം. എന്താ ഡെമോക്രസി? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ, അതിൽ പോയി വോട്ട് ചെയ്യലല്ല ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഗ്രാമസഭക്ക് പോക്കും വോട്ട് ചെയ്യാൻ പോക്കും അല്ല. ഡെമോക്രസി എന്ന് പറയുന്നത് വ്യക്തികളുടെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നാണ്. ഓരോ വ്യക്തിക്കും ഓരോ സവിശേഷതകളുണ്ട്, അത് തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കണം. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉപ്പാന്റെ ഉമ്മാന്റെ അടിമകളല്ല, അവർ സ്വതന്ത്ര വ്യക്തികളാണ്. ആ സ്വതന്ത്ര വ്യക്തികൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന കഴിവുകളെ ബഹുമാനിച്ച് അംഗീകരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി ലോകത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റുമോ? ജനിച്ച ഉടനെ കുട്ടിക്ക് തേനും വയമ്പും കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ജനിച്ച ഉടനെ കുട്ടിക്ക് മധുരം കിട്ടിയ കുട്ടിക്ക് തോന്നും ഈ ലോകം കൊള്ളാലോ, മധുരം, ഈ ലോകം കൊള്ളാം. പക്ഷെ ഇപ്പൊ മധുരം കൊടുക്കുന്നില്ല, പകരം ഒരു ഇഞ്ചക്ഷൻ വെക്കൂ. കുത്തിവെച്ച് കുട്ടിക്ക് നൊന്തു, വേദനിച്ചു, കരഞ്ഞു, പനി വന്നു. കുട്ടിക്ക് തോന്നുക ഈ ലോകം മുഴുവൻ എന്നെ കുത്താമെന്ന കാലം മാറാ. എന്താ കുട്ടിയുടെ മനസ്സ്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളെല്ലാം മോശമാണെന്ന ധാരണയിൽ നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന കണ്ടോ? റോഡിലൂടെ പോകുമ്പോ എന്റെ ബൈക്ക് മാത്രം പോയാ മതി, എന്റെ കാറ് മാത്രം പോയാ മതി, എന്റെ വണ്ടി മാത്രം വെച്ചാ മതി, എനിക്ക് മാത്രം മതി ഈ ലോകം, മറ്റുള്ളവർക്ക് വേണ്ട എന്ന ധാരണയുള്ള യുവാക്കൾ. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? അത്തരത്തിലുള്ള യുവാക്കൾ വളർന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രതികൾ ഉമ്മയാണ്, ഉപ്പയാണ്. നിങ്ങൾ ഈ ലോകത്തെ കാട്ടിക്കൊടുത്തില്ല, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെ കാട്ടിക്കൊടുത്തു, നിങ്ങളുടെ കാശിനെ കാട്ടിക്കൊടുത്തു, ഈ സമൂഹത്തെ പോസിറ്റീവായി കാണിച്ചു കൊടുത്തില്ല. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അതാണ് കുട്ടികളെല്ലാം ജനിക്കുമ്പോഴുള്ള മനോഭാവം. ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല, ലോകം മൊത്തം നല്ലതാ. പക്ഷേ നമ്മള് റോഡിലൂടെ പോകുന്ന ആളുകളെ കുറ്റം പറയുക. ലോകത്തിൽ സകലവും പോക്കാ. എന്താ വീട്ടിൽ നിന്നുള്ള ചർച്ച? അതാ റോഡിലൂടെ ആരാ പോകുന്ന ബഷീർ, ഓ അതേതാ സാധനം, മഹാവൃത്തിയിട്ടവനാ. അത് കഴിഞ്ഞ് ഗോവിന്ദൻകുട്ടി പോകുന്നു, ഗോവിന്ദൻകുട്ടി അതിലും മോശ. സെബാസ്റ്റ്യൻ തീരെ പോക്ക, പഞ്ചായത്ത് മെമ്പർ പോക്ക, MLA പോക്ക, MP പോക്ക, മന്ത്രി പോക്ക, മുഖ്യമന്ത്രി പോക്ക, പ്രധാനമന്ത്രി പോക്ക, സകലരും മോശ. ലോകത്ത് ഒരാളേ ഉള്ളൂ നല്ല. അതാരാ? ഞാൻ മാത്രമാണ് ശരി.
എന്ന മട്ടിലുള്ള കുടുംബ ചർച്ചകളാണ് നമ്മുടെ കുട്ടികള് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവത്തിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ സംഘർഷമുണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നന്നായി പഠിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ 10 ഇരട്ടി ബുദ്ധിയുണ്ട് കുട്ടികൾക്ക്. എന്തെല്ലാം അവർ പഠിക്കുന്നത്, എന്തെല്ലാം അവർ അന്വേഷിക്കുന്നത്, അതൊക്കെ ഉണ്ടായിട്ടെന്താ? നാട്ടിൽ പെരുമാറാൻ മനുഷ്യരുമായിട്ട് ഒത്തുചേരാൻ അറിയില്ലെങ്കിൽ ബാക്കി എല്ലാ കെമിസ്ട്രിയും പഠിച്ചിട്ട് മനുഷ്യരും ഒത്തുചേരുന്ന രസതന്ത്രം അറിയില്ലെങ്കിൽ പോയില്ലേ? അതുകൊണ്ട് കുടുംബം ഒരു പ്രധാനപ്പെട്ട വിദ്യാലയമാണ്. ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയമാണ്. എന്നാൽ എല്ലാറ്റിനും കുറ്റം പറഞ്ഞിട്ട് സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്, പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഇത് തന്നെയാണ് നമ്മുടെ വീടുകളിലും സംഭവിക്കുന്നത്. സെറ്റിങ്സ് എല്ലാം ഗംഭീരമാ, സെറ്റെല്ലാം ഗംഭീര, പക്ഷെ സെറ്റിങ്സ് ശരിയായില്ല പോയില്ലേ? നിങ്ങളുടെ വീടെല്ലാം ഗംഭീരമാ, പക്ഷെ അത് ട്യൂൺ ചെയ്യേണ്ടത് പോലെ ട്യൂൺ ചെയ്തിട്ടില്ലേ കാര്യമില്ല. മനസ്സിലായോ? അതിനെ കൊണ്ട് ഗുണം കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട് ഈ കുട്ടികളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ച് അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രക്രിയയാണ്. എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് നമ്മൾ. 50-ൽ 45 മാർക്കും വാങ്ങി വന്ന ആ മകനോട് ആ 45-ന് ഷെയ്ക്കൻഡ് കൊടുക്കുവോ? ഇല്ല. പകരം എന്താ? ആ 5 ഇതിലെയാ പോയെ, അതേതാ തെറ്റിച്ച് കിട്ടാത്ത 5-ന് ശകാരിക്കും, കിട്ടിയ 45-ന് വില കൊടുക്കുന്നില്ല. ആ കുട്ടിക്ക് പിന്നീട് തോന്നുന്നു ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. അപകർഷതാബോധം. ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ, ഞാൻ ഒന്നിനും കൊള്ളില്ല, നിങ്ങളെല്ലാം വലിയ ആളുകൾ. മൂന്നാമത്തെ ബോധം എന്താണെന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നീയും പോക്ക, ഈ ലോകം മൊത്തം പോക്ക. ഈ 3 ഭാവങ്ങളെയും സൃഷ്ടിക്കുന്ന ഇടമാണ് കുടുംബം. എന്നാൽ കുട്ടി ജനിച്ചത് ഏത് ഭാവത്തിലാ? ഐ ആം ഓക്കെ യു ആർ ഓക്കെ. അതിനെ വളർത്തിയെടുക്കാനാണ് കുടുംബം ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ 3 തരത്തിൽ കുട്ടികളെ മാറ്റി. ഒന്ന്, ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ, സാമൂഹ്യ വിരുദ്ധരാക്കി, എല്ലാരെയും കുറ്റം പറഞ്ഞു. 2, ഈ കുട്ടിയുടെ എന്ത് കാര്യത്തിനും കുറ്റം പറഞ്ഞു. ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്ന അപകർഷതാബോധം വളർത്തി. പിന്നീട് കുട്ടിക്ക് തോന്നുക ലോകം മൊത്തം പോക്ക, ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. ഇത് 3 ഉണ്ടാക്കുന്ന ഇടമായിട്ട് നിങ്ങളുടെ കുടുംബം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയല്ല, ഉമ്മയല്ല, ഉപ്പയല്ല, നിങ്ങൾ ഈ കുട്ടികളെ വഷളാക്കിയ കുറ്റവാളികളാണ്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വളർന്നു വരികയാ. എന്തുകൊണ്ടാ? ഇപ്പൊ ചെറിയ പെരുന്നാൾ നടന്നില്ലേ? ആ ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം ഒരു ഉമ്മാന്റെ മടിയിലിരുന്നിട്ട് കുട്ടി ചോദിക്കുക, ഉമ്മ ഇങ്ങനെ നിലാവ് കാണുന്നുണ്ടോ, ചന്ദ്രക്കല ഉയരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാന്തയിലിരിക്കുമ്പോ ഉമ്മാന്റെ മടിയിലിരുന്നിട്ട് ഒരു കുട്ടി ചോദിക്കുക, ഉമ്മ ആന്താ അങ്ങനെ ആടുന്നേ? എന്താടുന്ന്? വാഴയിലെ ആടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വാഴയിലെ ആടുന്ന കണ്ടിട്ടുണ്ടോ? ഒരു പ്രത്യേക താളത്തിലാ വാഴയിലെ ആട്, കണ്ടിട്ടുണ്ടോ? ആ ആട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഴയിലെ ഒരു പ്രത്യേക ഒരു ആന തലകുലുക്കുന്ന താളത്തിലാടുക. അത് കണ്ടപ്പോൾ കുട്ടിക്ക് എന്തോ ഒരു താല്പര്യം തോന്നി. ആന്താ ഉമ്മ അങ്ങനെ ആടുന്ന? അപ്പൊ ഉമ്മ എന്താ മറുപടി പറഞ്ഞ്? ആണെന്ന് ആടിക്കോട്ടെ ബലാലെ, എനിക്കെന്താ എന്ന് പറയുന്നതിന് പകരം ആ ഉമ്മ പാടിക്കൊടുത്തു. ആകാശത്ത് ഒരു വാളംപുളിയുടെ വലുപ്പത്തിൽ ചന്ദ്രക്കല പൊങ്ങുന്നത് കൊണ്ടോ, വാളൻ പുളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. വാഴയിലയുടെ ആട്ടം കണ്ടിട്ട് തക്ബീറിന്റെ താളമാണ് മോനെ എന്നൊരു ഉമ്മ പാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, പടച്ചോനെ ഇഷ്ടപ്പെടുന്ന, വാഴയിലയും ഞാനും പടച്ചോനും പരസ്പര ബന്ധിതമാണെന്ന ബോധത്തിലേക്ക് കുട്ടിയെ നയിക്കുന്ന ഒരു ഉമ്മയാവും. പക്ഷേ അതിന് പകരം ആടുന്ന് ആടിക്കോട്ടെ ബലാലെ, എനിക്കെന്താ, എനിക്ക് വേറെ എന്തോ പഠിക്കാനുണ്ടോ എന്ന് പറയുന്ന ഉമ്മ ആ കുട്ടിയുടെ വളർച്ചയുടെ തെഴുപ്പടത്തുക. നമ്മുടെ കുട്ടികളെ 3 കണക്ഷൻ കൊടുക്കണം. നിങ്ങൾ കുടുംബത്തിന് കൊടുക്കേണ്ട 3 കണക്ഷനാണ്. ഒന്നാമത്തത് നമ്മളെ, 1 നമ്മൾ, 2 പ്രകൃതി, 3 ദൈവം. ഈ സമൂഹവും മനുഷ്യനും പ്രകൃതിയും
പരസ്പര പൂരകമായിട്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാൻ കഴിയണം നമ്മുടെ വീട്ടിൽ നിന്ന്. അതിനെന്ത് വേണം? നിങ്ങൾ രാവിലെ ഉണർന്നിട്ട് എവിടെയെങ്കിലും പോകുന്നത് വരെ വീട്ടിൻ്റെ അകത്ത് തന്നെ എല്ലാ കുളിയും നനയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് പോകുമ്പം വാതിൽ തുറന്നിട്ട് പോകുന്ന വിഡ്ഢികളാണ് നമ്മളെ വീടിൻ്റെ വാതിൽ എന്തിനാ? അടച്ചിടാനാണോ തുറന്നിടാനാണോ? ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗൃഹപ്രവേശത്തിന്, പൊരേക്കൂടൽ എന്ന് ഞങ്ങൾ പറയും, ഗൃഹപ്രവേശത്തിന് പോയി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ വീട്ടിൽ കയറി അകത്തിരിക്കുമ്പോൾ ഭയങ്കര ചൂട്. പെട്ടെന്ന് കറണ്ട് പോയി, ഫാന് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്തു? ജനലുകളെല്ലാം തുറന്നിടാൻ വേണ്ടി ജനലിൻ്റെ കുളത്ത് അഴിക്കാൻ നോക്കുമ്പോൾ ജനലിൻ്റെ കുളത്തെല്ലാം കൂട്ടിപ്പറ്റിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ കൂടലിന് വാർണിഷ് അടിക്കുമ്പോൾ അടിച്ച ഉടനെ കുറ്റിയിട്ട് വെച്ചാ അത് കൂട്ടിപ്പറ്റിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, ഒരു കൊല്ലായി നീ വീട്ടിൽ കൂടിയിട്ട്, ഈ ഒരു കൊല്ലായിട്ട് ഈ ജനൽ ഇതുവരെ തുറന്നിട്ടില്ല? ഇല്ല. ഞാൻ അവനോട് ചോദിച്ചു, ഈ തുറക്കാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കാശ് ചെലവഴിച്ച് ജനലുണ്ടാക്കിയേ? അവിടെ കല്ല് വെച്ച് മുട്ടിച്ചാ പോരെ? ജനലും വാതിലും ഉണ്ടാക്കിയത് അടച്ചിടാനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിഡ്ഢികളുടെ തലമുറയാണ് ഈ കേരളത്തിൽ ഭൂരിപക്ഷവും. എനിക്ക് വലിയ കൊട്ടാരം പോലത്തെ വീടുകൾ കാണുമ്പോൾ ഇല്ലേ പുച്ഛം തോന്നും. ആ വീടിന്റെ വാതിലുകൾ ഒരിക്കലും തുറന്നിടാറില്ല. പാവപ്പെട്ടവന്റെ വീടുകൾ വാതിൽ തുറന്നിടും, കൊട്ടാരം പോലത്തെ വീടുകളുടെ വാതിലുകൾ അടച്ചിടും. എന്നിട്ട് വീട്ടിന്റെ അകത്തു നിന്ന് നീറിയിട്ട് ദുഷ്ടത പെരുകും, വൈറസുകൾ പെരുകുന്ന വീടുകളാണ് ഈ കൊട്ടാരം പോലത്തെ വീടുകൾ ഭൂരിപക്ഷവും. വാതിൽ തുറക്കൂല. ഉറക്കത്ത് നമ്മുടെ പണി എന്താ? ഉറക്കത്ത് നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട്. എന്താ അത്? ഓക്സിജൻ വലിച്ചു കയറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിച്ചു വിടും അല്ലേ? ഓക്സിജൻ വലിച്ചു കയറ്റുമല്ലോ. ചില ആളുകൾ ജനറേറ്ററിന്റെ ശബ്ദത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനം നടത്തുക. കൂർക്കമ്പലി കേട്ടിട്ടില്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യണ്ടേ? നിങ്ങളുടെ വീട് ഫ്രഷ് ആവുന്നത് നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്പ്രേ അടിച്ചിട്ടാണോ? അല്ല. മുന്നിലത്തെ വാതിൽ തുറക്കണം. പ്രകൃതി സസ്യങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്തമായിരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് ഓരോ സസ്യവും. ആ സസ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓക്സിജനെ വീട്ടിന്റെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കാത്ത ഭീകരന്മാരാണ് വീട്ടിലെ പല രക്ഷിതാക്കളും. വാതിൽ തുറന്നിട്ട് ഓക്സിജനെ വീട്ടിന്റെ അകത്തേക്ക് കയറ്റണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടണ്ടേ? എന്നിട്ട് നേരെ ഇസ്രായേലിലെ പട്ടാളക്കാരുടെ പണിയാ നിങ്ങൾക്ക് ആദ്യം. ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ ഉണർന്ന ഉടനെ ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ടേ അവർ പല്ലേക്കും പോലും. അവരുടെ ഒരു വ്രതമാണിപ്പോൾ. രാവിലെ ഉണർന്ന ഉടനെ ഉറക്കം ഞെട്ടിയ പട്ടാളക്കാരൻ ഉടൻ തന്നെ പല്ല് തേക്കുന്നതിന് മുമ്പ് 3 മിസൈലിന് തീ കൊടുത്തിട്ട് ആരെയെങ്കിലും കൊന്നിട്ട് മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ. അത്രയും ഭീകരന്മാരവർ. നമ്മളും അതേ പണിയാ. രാവിലെ എഴുന്നേറ്റ് എന്താ? മിസൈല് പുറത്തേക്ക് വിടുന്നില്ല എന്നേ ഉള്ളൂ. ടിക്ക് 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 3 അടുപ്പും കത്തിക്കും അല്ലേ? അടുപ്പ് കത്തിക്കലാണ്. ഇവന്റെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കലാണ് വലിയ പണി. അവന്റെ മനസ്സ് വളർത്താൻ എന്താ ചെയ്ത്? അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്ക്. നാളെ മുതൽ രാവിലെ ഉണർന്നാൽ മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് കുട്ടികളോടൊത്ത് മുറ്റത്തേക്ക് ഇറങ്ങും. നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തിയ പൂക്കൾ എല്ലാ വീട്ടിലുണ്ടല്ലോ. ഈ പൂക്കൾ ആരെ കാണിക്കാനാ? നാട്ടുകാർ കണ്ടിട്ട് നല്ല പൂവുണ്ടല്ലോ മമതാജീന്റെ പറമ്പില് എന്ന് ആശ്വസിക്കാനാ? ഒരുത്തനും കണ്ടിട്ടത് ആസ്വദിക്കൂല. ഇയാള് വലിയ പൈസക്കാരൻ, വലിയ പൂ വളർത്തുന്ന ആള് എന്ന അസൂയ മനസ്സിലുണ്ടാവുക. എന്ന് നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തിയ പൂക്കൾ അയൽവാസികളോ നാട്ടുകാരോ കാണാനുള്ളതല്ല. ആ പൂക്കളെ കാണാനുള്ള ഫസ്റ്റ് ഗുണഭോക്താവ് നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമാണ്. ആ മുറ്റത്തെ പൂക്കളുടെ അടുത്തേക്കൊന്ന് നടക്കുക. അവിടെ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ നോക്കുക, അവിടെ വരുന്ന കിളികളെ നോക്കുക, തുമ്പികളെ നോക്കുക. ഇതെല്ലാം ഈ പ്രകൃതിയിൽ മനുഷ്യൻ ആസ്വദിക്കാനുള്ള വസ്തുക്കളാണ്. എന്നിട്ടൊരു 1/4 മണിക്കൂർ നേരം പ്രകൃതിയോടൊത്ത് സൂര്യപ്രകാശത്തെ നോക്കി, അതിന്റെ സൗന്ദര്യത്തെ നോക്കി, മുറ്റത്തും വരാന്തയിലും നടന്ന് അവന് പോസിറ്റീവ് എനർജി കൊടുക്കണ്ടേ? ഇതെന്താ സംഭവം? രാവിലെ തന്നെ കുട്ടികളെ വിളിക്കുമ്പോൾ തന്നെ മൃഗീയമായ ശബ്ദമാണ്. സ്കൂള് വണ്ടി വരേണ്ട സമയമായി, അടുപ്പത്തൊന്നും ആയിട്ടില്ല, ചെക്കനാണെങ്കിൽ എണീറ്റിട്ടില്ല, എണീക്കടാ. രാവിലെ തന്നെ മൂരീനെ തെളിക്കുന്ന ശബ്ദത്തിലല്ലേ കുട്ടികളെ വിളിക്കുന്ന? നാദം ഒരു കുടുംബത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നാദമാണ്. അറിയുമോ നിങ്ങൾ? നിങ്ങളുടെ ഉപയോഗിക്കുന്ന നാദം രാക്ഷസീയമാണോ?
അട്ടഹാസം. കാട്ടാളന്റെ ഒച്ചയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? കാട്ടാളന്റെ ഒച്ചയ്ക്ക് സംഗീതം പഠിച്ചവർക്കറിയാം, കാട്ടാളന്റെ ഒച്ചയ്ക്ക് പറയുന്ന വാക്ക് നിഷാദമെന്നാണ്. സപ്തസ്വരങ്ങളില്ലേ, സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഏഴാമത്തെ സ്വരം ഉച്ചസ്ഥായി ശബ്ദം നിഷാദമാണ്. നിഷാദനാരാ? കാട്ടാളൻ. മാ നിഷാദ, അരുത് കാട്ടാള. കാട്ടാളന്റെ ഒച്ചയില മക്കളെ വിളിക്കുക, എണീക്കടാ. അതിനു പകരം മക്കളുടെ അടുത്ത് പോയി ഇരിക്കുക. ഉറങ്ങുന്ന കുട്ടിയെ നോക്കൂ. ലോകത്ത് ഏറ്റവും സുന്ദരനും സുന്ദരിയും നമ്മുടെ മക്കളല്ലേ? ആ മുഖം നോക്കാതെ, തൻ്റെ മക്കളുടെ മുഖത്ത് നോക്കാതെ, അവരുടെ കണ്ണുകളിലെ ആഴങ്ങൾ നോക്കാതെ, അവന്റെ കണ്ണുകളിലെ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ നോക്കാതെ, ആരാന്റെ മുഖവും നോക്കിയിട്ട് ഇരിക്കുന്ന വൃത്തികെട്ട ജന്തുക്കളാ മഹാഭൂരിപക്ഷം പുരുഷന്മാരും കേരളത്തിൽ. ആരാന്റെ ഹണി റോസ് നോക്കിയിരിക്കും അറിയോ? റീലും നോക്കിയിരിക്കുക. സത്യമായി നിങ്ങൾക്ക് ദേഷ്യം വരണ്ട എന്നോട്. ഈ മൊബൈൽ ഫോണ്, കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോയി പരാതി പറയുന്ന രക്ഷിതാക്കളെ പറ്റി പഠനം നടത്തിയിട്ടുണ്ടോ? ഇവരാണ് ഏറ്റവും കൂടുതൽ ഇത് നോക്കുന്ന ടീം. മക്കൾ നോക്കുമ്പോൾ ചൊറിച്ചിൽ വരും. എന്നാ ഉപ്പക്കും ഉമ്മക്കും നോക്കാം, മക്കൾക്ക് നോക്കിക്കൂടാ. അതെന്ത് ന്യായമാ? നിങ്ങൾ നോക്കുന്ന കണ്ടിട്ടാ കുട്ടികൾ നോക്കുന്നത്. ഇതിൽ നല്ല കാര്യങ്ങളുണ്ട്, അതിൻ്റെ 3 ഇരട്ടി വൃത്തികെട്ട കാര്യങ്ങളുണ്ട്. ഈ ചെറിയ കുട്ടികൾക്ക് നല്ലതേതാ വൃത്തികേടേതാന്നറിയോ? വയനാട്ടിൽ ഒരു സംഭവം ഉണ്ടായി കുറേ വർഷങ്ങൾക്ക് മുമ്പ്. റെഡ്ഡി കലക്ടറായിരിക്കുന്ന കാലത്ത് ഒരു ആദിവാസി ഊരിൽ കുറച്ച് സാമൂഹ്യ പ്രവർത്തകർ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 10-20 കുട്ടികൾ അവിടെ കിടന്നുറങ്ങുക. അവരെ നോക്കാൻ ഒരു 90 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു ആദിവാസി സ്ത്രീ മാത്രമേ ഉള്ളൂ. അവരുടെ അച്ഛനും അമ്മയല്ല ഇവിടെ, എല്ലാവരും പണിക്ക് പോയിരിക്കുന്നു. അപ്പൊ ഈ കുട്ടികൾ ഉണർന്നാൽ ഇവരെ ആര് നോക്കും? ഈ സ്ത്രീയാണെങ്കിൽ പടുവൃദ്ധയാണ്. അപ്പൊ ആ സ്ത്രീ പറയാ, കുട്ടികൾ ഉണരൂല, അച്ഛനും അമ്മയും വരുന്നവരെ ഉറങ്ങും. അതെന്തൊരുറക്ക? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങുമെന്നാ പറഞ്ഞേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങും പോലും ഈ കുട്ടികൾ. അതെങ്ങനെയാ ഉറങ്ങുന്നേ? അത് കഞ്ഞിയും ചമ്മന്തിയും കൊടുത്താൽ കുട്ടികൾ ഉറങ്ങും. ഈ വൈകുന്നേരം അവർ വന്നാലേ അവർ ഉണരൂ. വൈകുന്നേരം മുഖത്ത് വെള്ളം തെളിച്ചാലേ ഉണരൂ. അതൊരു അത്ഭുതമല്ലോ. അതെന്ത് ചമ്മന്തിയാ കൊടുക്കുന്നേ? അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, വയലിലുണ്ടൊരു പൂവ്, ആ പൂവ് അരച്ച് ചമ്മന്തി കൊടുക്കും. ഏത് പൂവാ? കഞ്ചാവിന്റെ പൂവ്. കഞ്ചാവിന്റെ പൂവ് അരച്ചിട്ട് ചമ്മന്തി കൊടുത്താൽ കുട്ടികൾ വൈകുന്നേരം വരെ ഉണരില്ല. ഈ കുട്ടികൾ വലുതായ പിന്നെ മയക്കുമരുന്നും മദ്യവും ഇല്ലാതെ ജീവിക്കുമോ? അതിഭീകരമാണ്. ഈ വാർത്ത അന്ന് കലക്ടറെ അറിയിച്ചിട്ട് അന്ന് കലക്ടർ വയനാട്ടിൽ മുഴുവൻ ആദിവാസി ഊരിലും ഓപ്പറേഷൻ നടത്തിയിട്ട് മുഴുവൻ കഞ്ചാവ് ചെടികളും നശിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. 17 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ വയനാട്ടിലെ ആദിവാസി ഊരിലൊന്നും തന്നെ കഞ്ചാവ് കൃഷിയില്ല. വളരെ ശ്രദ്ധിക്കാൻ പോലീസുകാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിലുണ്ട്. ചെറിയ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കുന്ന ഉമ്മമാരിവിടെ ഭൂരിപക്ഷവും ഉണ്ടെന്ന് ഞാൻ തെളിയിക്കട്ടെ. നിങ്ങൾ അംഗീകരിക്കൂല, ഞാൻ തെളിയിക്കട്ടെ. ചെറിയ കുട്ടികൾക്ക് ഉമ്മക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും, അലക്കാനുണ്ടാവും. അപ്പോ കുട്ടികൾ ബഹളം വെക്കുമ്പോ ഉടൻ തന്നെ യൂട്യൂബ് തുറന്നാടെ വെച്ചു കൊടുക്കും. അല്ലേ? യൂട്യൂബ് തുറന്നാടെ വെച്ചാൽ കുട്ടികൾ അത് നോക്കി ഇരുന്നോളും. ഇത് കഞ്ചാവായി മാറിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക്. ഈ മൊബൈൽ ഫോണിൽ എന്താ വേണ്ടത് എന്താ വേണ്ടാത്തതെന്ന തിരിച്ചറിവ് ബോധമുണ്ടാകുന്നതിന് മുമ്പ് കൊച്ചു കുട്ടികൾക്ക് യൂട്യൂബ് തുറന്ന് വെച്ചു കൊടുത്താൽ ഉമ്മക്കറിയുന്നതിനേക്കാൾ ഇതിന്റെ ടെക്നോളജി കുട്ടികൾക്കറിയാം. അവരെന്തല്ല കാണുക? ഈ യൂട്യൂബിന്റെ തുറക്കുമ്പം തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഫസ്റ്റിൽ വരുന്നത് എന്താണെന്നറിയോ നിങ്ങള്? അവർക്ക് നല്ല അറിവുണ്ട്. ഏതിനാണോ നമുക്ക് താല്പര്യം അത് വരും. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ രാഷ്ട്രീയത്തോടാ താല്പര്യം എന്നറിയെങ്കിൽ നിങ്ങൾ ഓരോന്നും രാഷ്ട്രീയത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തുറക്കുമ്പോൾ രാഷ്ട്രീയം മുമ്പിലിട്ട് തരും. നിങ്ങൾക്ക് മതപരമായ കാര്യങ്ങളോടാണ് താല്പര്യമെങ്കിൽ തുറക്കുമ്പോൾ തന്നെ മതപ്രസംഗങ്ങൾ ഇട്ട് തരും. നിങ്ങൾക്ക് പ്രകൃതി ദൃശ്യങ്ങളോടാണ് താല്പര്യമെങ്കിൽ ഉടൻ തന്നെ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ, പാട്ടുകളോടാണെങ്കിൽ പാട്ടുകൾ ഇടും. നമ്മുടെ മൊബൈൽ ഫോണിനെ, നമ്മുടെ താല്പര്യത്തെ നന്നായിട്ട് യൂട്യൂബുകാർക്കറിയാം. അതിലേതെങ്കിലും ഒരു വൃത്തികെട്ട പെണ്ണിന്റെ ചിത്രം കുട്ടി അറിയാതെ ഒന്ന് ടച്ച് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ കുട്ടി യൂട്യൂബ് എടുക്കുമ്പോഴൊക്കെ സ്ത്രീകളുടെ ചിത്രം വരും. കുട്ടിക്കറിയില്ല, അതാണ് സത്യമെന്ന് വിചാരിക്കും. ഈ നിഷ്കളങ്കരായ കുട്ടികളെ
നല്ലതേത് മോശമേതെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ വൃത്തികെട്ട കാഴ്ചകൾ കാണിക്കുന്ന പൂതനമാരായിട്ട് നമ്മുടെ ഉമ്മമാർ മാറുന്നു എന്ന് ആ ഉമ്മമാരെ എന്താ പറയേണ്ടത്? ഞാൻ ആ വാക്യം പറയുന്നില്ല. അത്തരത്തിൽ മയക്കുമരുന്ന് കൊടുക്കുന്ന ഉമ്മയുണ്ട്, ചില ഉപ്പയുണ്ട്. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ വഷളാവുന്നതിന്, മയക്കുമരുന്നിന് അടിമയാവുന്നതിന് കാരണം മുഴുവൻ നമ്മുടെ കുടുംബമാണ്.